പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വൈകി വന്ന UDF അംഗത്തെ കൗൺസിൽ ഹാളിൽ നിന്നും പുറത്താക്കി. കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സനാണ് വൈകി എത്തിയതിനെ തുടർന്ന് അവസരം നഷ്ടപ്പെട്ടത്. വൈകി എത്തിയതോടെ പ്രശോഭിനെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൗൺസിൽ ഹാളിൽ കയറ്റിയില്ല. വിവരങ്ങളുമായി അരുണാളത്തിൽ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വൈകി വന്ന UDF അംഗത്തെ കൗൺസിൽ ഹാളിൽ നിന്നും പുറത്താക്കിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2:30 ഈ നടപടിക്രമങ്ങൾ പാലക്കാട് നഗരസഭയിലെ കൗൺസിൽ ഹാളിനകത്ത് ആരംഭിച്ചത്. അതിൽ തന്നെ എല്ലാ അംഗങ്ങളും കൃത്യസമയത്ത് തന്നെ എത്തുകയുണ്ടായി. ആ സമയത്താണ് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൗൺസിലറായ പ്രശോഭ് M. വത്സൻ വൈകി എത്തിയത്. ഇതോടുകൂടെ തന്നെ അദ്ദേഹത്തെ കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. BJP അംഗങ്ങൾ ഉൾപ്പെടെ ഈ സമയക്രമം കൃത്യമായി പാലിക്കേണ്ടതാണ്. 2:30 എത്തേണ്ട വ്യക്തി 2:37 എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വോട്ടിങ്ങിൽ പങ്കെടുപ്പിക്കരുത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. ഇതോടുകൂടെയാണ് ഇത്തരത്തിൽ കൗൺസിൽ ഹാളിൽ നിന്ന് പ്രശോഭ് M. വത്സനെ പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കത്തിൽ തന്നെ അതൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ 18 അംഗങ്ങളാണ് UDFന് ഉള്ളത്. ആ 18 അംഗങ്ങളിൽ ഇപ്പോൾ ഏതായാലും ഒരു അംഗത്തിന് വോട്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയായി മാറിയിരിക്കുന്നു ഈ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അത് ഏതായാലും അദ്ദേഹം പറയുന്നത്, ഈ കൃത്യസമയത്തിന് എത്താതിരുന്ന കൗൺസിലർ പറയുന്നത്, താൻ ആരോഗ്യപരമായ ചില കാര്യങ്ങൾ കൊണ്ട് വീട്ടിലേക്ക് പോവേണ്ടി വന്നു. അങ്ങനെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും സമയം വൈകിപ്പോയതാണ് എന്നുള്ളതാണ് ഈ പ്രശോഭ് വത്സൻ എന്ന കോൺഗ്രസ് കൗൺസിലർ പറയുന്നത്. ഏതായാലും കൃത്യസമയം പാലിക്കാൻ കഴിയാതായതോടുകൂടെ കൗൺസിൽ ഹാളിനകത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഈ കൗൺസിലർക്ക് കഴിയാത്ത സ്ഥിതിയാണ്. ഇപ്പോഴേതായാലും തെരഞ്ഞെടുപ്പ് കൗൺസിൽ ഹാളിനകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ T. ബേബിയാണ് നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. UDFന്റെ റിസ്വാന ബീഗം, അതായത് മുസ്ലിം ലീഗിൽ നിന്നുള്ള വ്യക്തിയാണ് റിസ്വാന ബീഗം, അവരാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. LDFന്റെ A. കുമാരിയാണ് മത്സരിക്കുന്നത്. ഏതായാലും രാവിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 25 കൗൺസിലർമാരുടെ പിന്തുണ നേടിക്കൊണ്ട് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച P. സ്മിതേഷ് പാലക്കാട് നഗരസഭ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഇതിൽ ആർക്കൊക്കെ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവിലെ ലഭിച്ച ആദ്യ റൗണ്ടിൽ 18ഉം രണ്ടാം റൗണ്ടിൽ സ്വതന്ത്രന്റെ ഉൾപ്പെടെ പിന്തുണയോടെ 19 കൗൺസിലർമാരുടെ പിന്തുണയായിരുന്നു ലഭിച്ചത്. അതായത് ഒരു വോട്ട് അവർക്ക് കുറവായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ സ്വതന്ത്രൻ രാവിലെ സ്വീകരിച്ച അതേപോലെ ആദ്യ റൗണ്ടിൽ ഇടതുപക്ഷത്തെയും രണ്ടാം റൗണ്ടിൽ കോൺഗ്രസിനെയും അല്ലെങ്കിൽ UDFനെയും പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയായിരിക്കുമോ ഈ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട്.